നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒന്നിക്കുന്ന പ്രണയങ്ങളെയാണ്. ഒന്നിക്കുന്ന പ്രണയങ്ങൾ മാത്രമല്ല മനോഹരാവുന്നത്, അതെ. പറയാതെ പോയ പ്രണയങ്ങള്, അറിയാതെ പോയ പ്രണയങ്ങള്, നടക്കാതെ പോയത് അങ്ങനെ ഒരുപാടുണ്ട്. ഒരുമിക്കൊന്ന് വിചാരിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് വിധിയുടെ പേരും പറഞ്ഞ് ഒന്നിക്കാതെ പോയ ആൾക്കാരുണ്ട്. അപ്പം അതിനൊന്നും ഇവിടെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടാറില്ല. ഇപ്പം ഓഫ് കോഴ്സ് അഭിലാഷും ഷെറിനും പോലെയുള്ളൊരു സ്നേഹത്തില് പ്രണയം പറയുന്നിടത്ത് അവിടെ മതമോ ജാതിയോ ഒന്നും വില്ലനായിട്ട് ആ സിനിമയിൽ നമ്മൾ എവിടെയും വെച്ചിട്ടില്ല. ആണെങ്കിൽ ഒന്നിക്കാവുന്നൊരു സ്പേസ് അവിടെ ഉണ്ട്. ആൾക്കാർ ആഗ്രഹിച്ചതും അതായിരിക്കാം. പക്ഷെ ഞാൻ അഭിലാഷത്തില് എൻ്റെ ഏറ്റവും ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. അഭിലാഷത്തെ മറ്റ് പ്രണയ സിനിമകളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് എന്തെന്ന് ചോദിക്കുമ്പം നമ്മളീ പറഞ്ഞ ഈ ഹിന്ദു മുസ്ലിം പ്രണയങ്ങൾ ഒരുപാട് ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഞാനതിന് എനിക്ക് ഏറ്റവും പരിചയമുള്ള, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ നാട്ടുകാരുടെ ഒരു ചുറ്റുപാടിലേക്ക് പ്ലേസ് ചെയ്ത് സൈജു കുറുപ്പിനെയും ഷെറി തൻവിയെയും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് സെറ്റ് ചെയ്ത് ആ ഒരു ടെറൈനിൽ പറയുന്ന അതായിരുന്നു എൻ്റെ ഒരു യുണീക്നെസ് ആയിട്ട് ഞാൻ ആ സിനിമയിൽ കണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ആ സിനിമ എൻഡ് ചെയ്യുന്ന രീതി, ആ സിനിമയിലെ അവസാനത്തേക്ക് പറഞ്ഞു വെക്കുന്നത് എന്തെന്നുള്ളതായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോയിന്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. എൻ്റെ ഉദ്ദേശം അഭിലാഷം ഒരിക്കലും അഭിലാഷ് ഷെറിനെ സ്നേഹിച്ച് അയാളെ സ്വന്തമാക്കുന്ന സിനിമ എന്നുള്ളതായിരുന്നില്ല. അഭിലാഷിന് ഷെറിനോടുള്ള ഇഷ്ടം അയാൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. അയാളത് വർഷങ്ങൾക്ക് ശേഷം അയാൾ തുറന്ന് പറയുന്നിടത്താണ് അയാളുടെ അഭിലാഷം തീരുന്നത്. അവിടെ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന അഭിലാഷ് ഇഷ്ടം തുറന്നു പറയുന്നതായിരുന്നു, അല്ലാതെ അവർ ഒരുമിച്ച് ജീവിക്കുന്നതായിരുന്നില്ല. അപ്പം ആ